എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 54-ഉം 55-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 54-55. ഇത് കേട്ടപ്പോൾ അവർ കോപാപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തെഫാനോസ് സഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷിയായി തീരുന്ന സംഭവമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അനന്യാസിൻ്റെയും സഫീറയുടെയും സംഭവത്തെ തുടർന്ന് അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. മേൽക്കുമേൽ സഭ വളർന്നു വന്നു. യഹൂദ നേതാക്കന്മാർ അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ തടവിലാക്കി. രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. വീണ്ടും ബന്ധിച്ചു. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വിസ്തരിച്ചു. എന്നാൽ ഗമാലിയേലിൻ്റെ അവസരോചിത ഇടപെടലിൻ്റെ ഫലമായി തർജ്ജനം ചെയ്ത് വിട്ടയച്ചു. ദേവാലയത്തിലും വീട് തോറും യേശുവിനെ ക്രിസ്തു എന്ന് അവർ സാക്ഷിച്ചു പോന്നു. പല വേഷത്തിലും ഭാവത്തിലും സാത്താൻ സഭയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ശക്തി പ്രയോഗിച്ച് സഭയെ നശിപ്പിക്കാൻ യഹൂദന്മാരെ അവൻ ഉപയോഗിച്ചു. അനന്യ സഫീറ ദമ്പതികളിലൂടെ സഭയ്ക്കുള്ളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതെല്ലാം പരാജയമായി. എങ്കിലും സാത്താൻ അടങ്ങിയില്ല. പുതിയ അടവ് പയറ്റി നോക്കി. അതൃപ്തരായ വിധവമാരിലൂടെ കാതലായ ദൗത്യത്തിൽ നിന്ന് സഭയുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ ശ്രമിച്ചു. വിധവകളെയും അനാഥരെയും കരുതുന്നതിൽ യഹൂദന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യഹൂദേതര വിധവമാരെ അർഹമായ വിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി ഉയർന്നു. വിഭവശേഷിയുടെ അഭാവമല്ല, ഭരണപരമായ പക്ഷപാതം, അതാണ് ആരോപണം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ നിയോഗിച്ചു. അപ്പോസ്തലന്മാരുടെ കൈവപ്പോടെയാണ് നിയോഗം. വചന ശുശ്രൂഷ പോലെ പ്രാധാന്യമുള്ള ദൈവ നിയോഗമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്നാണ് കൈവയ്പിൻ്റെ സാക്ഷ്യം. വ്യത്യസ്ത ശുശ്രൂഷയ്ക്കാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത്. ദൈവവചന ശുശ്രൂഷയിലും മേശകളിലുള്ള ശുശ്രൂഷയിലും ദൈവനിയോഗം തന്നെയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമോ താണതോ അല്ല. രണ്ടിനും ആത്മനിറവും സാക്ഷ്യവും നിറഞ്ഞവരെയാണ് തിരഞ്ഞെടുത്തത്. മേശകളിൽ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു സ്തെഫാനോസ്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞവൻ. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായി 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തുവിനോട് അടുത്ത സ്വഭാവമാണ് സ്തെഫാനോസിൽ വിളങ്ങിയത്. അപ്പോസ്തലന്മാരാലാണ് ഇതുവരെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു വന്നത്. അപ്പോസ്തലന്മാരല്ലാത്തവർ അങ്ങനെ ചെയ്തതായി ആദ്യമായിട്ടാണ് ആ ഭാഗത്ത് കാണുന്നത്. നിങ്ങളുടെ എതിരാളികൾ ആർക്കും ചെറുക്കാനോ എതിർപ്പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും എന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. ദൈവ ആരാധനയ്ക്ക് സഹായകമായി നൽകപ്പെട്ട ദേവാലയം ഒടുവിൽ ആരാധനാ വസ്തുവായി. മാത്രമല്ല, യെരുശലേമിൽ കുടികൊള്ളുന്ന യഹൂദ ദൈവത്തെയാണ് അവർ കണ്ടതും. കാലാകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ കൊന്നു. ഒടുവിൽ യേശുവിനെയും. അറിവില്ലായ്മ കൊണ്ടല്ല ഇങ്ങനെ ചെയ്തത്. മനഃപൂർവമായ മറുതലിപ്പും അനുസരണക്കേടും മൂലമായിരുന്നു. ന്യായപ്രമാണം പ്രാപിച്ചതല്ലാതെ അത് പ്രമാണിച്ചിരുന്നില്ല. ഇവയെ സ്തെഫാനോസ് നിശിതമായി വിമർശിച്ചു. സ്തെഫാനോസ് സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ കഴിയാതെ
അവനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നു എന്നായിരുന്നു അവനെതിരായ ആരോപണം. ദൈവാലയം ദൈവത്തിൻ്റെ നിവാസവും ന്യായപ്രമാണം ദൈവഹിതം നിറവേറ്റാൻ നൽകപ്പെട്ട മാർഗരേഖയുമാണ്. ന്യായാധിപ സംഘത്തിലുള്ളവർ അവനെ ഉറ്റുനോക്കിയാറെ അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. മോശ സീനായിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എങ്ങനെ ശോഭിച്ചിരുന്നുവോ അതുപോലെ സ്തെഫാനോസിൻ്റെ മുഖം ശോഭിച്ചിരുന്നു. ന്യായാധിപ സംഘത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം സ്തെഫാനോസ് വിവരിച്ചെങ്കിലും തൻ്റെ വാദം സമർത്ഥിക്കാനുള്ള ശ്രമമായിട്ടല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള അവസരമായിട്ടാണ് അത് വിനിയോഗിച്ചത്. പിതാക്കന്മാരെ പോലെ നിങ്ങളും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവരും ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരും എന്ന് പറഞ്ഞത് അവരെ കൂടുതൽ ചൊടിപ്പിച്ചു. അവർ കോപം മൂത്ത് അവൻ്റെ നേരെ പല്ല് കടിച്ച് നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞ് കൊന്നു. വധശിക്ഷയ്ക്കുള്ള അധികാരം ന്യായാധിപ സംഘത്തിനല്ല. സ്തെഫാനോസിൻ്റെ വാക്കുകൾ ദൈവദൂഷണമായാണ് അവർ കണ്ടത്. അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതാണ് ന്യായപ്രമാണ വ്യവസ്ഥ. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തെഫാനോസിൻ്റെ അന്ത്യം പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, സ്തെഫാനോസിൻ്റെ നിര്യാണമാണ്. 55-ാം വാക്യം മുതൽ 56-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം ആക്രോശിച്ച് അവൻ്റെ നേരെ പല്ല് കടിച്ചപ്പോൾ അതൊന്നുമല്ല അവൻ ശ്രദ്ധിച്ചത്. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതുമാണ് അവൻ്റെ കാഴ്ച. തുറന്ന സ്വർഗവും പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവും മരണത്തെക്കുറിച്ച് എത്ര പ്രത്യാശ നിറഞ്ഞ ദർശനമാണിത്. പലതും പുലമ്പി ശപിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നവരുണ്ട്. സ്തെഫാനോസിൻ്റെ അനുഭവം വ്യത്യസ്തമായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നു. കല്ലേറുകൊണ്ട് രക്തം ചിന്തി എടുക്കപ്പെടുന്ന പ്രഥമ രക്തസാക്ഷിയെ സ്വീകരിച്ചിരുത്താൻ മനുഷ്യപുത്രൻ ഇരിപ്പിടം ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയും. വീട്ടിൽ വരുന്ന വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുന്നത് പോലെ മനുഷ്യരുടെ മുൻപിൽ തന്നെ ഏറ്റുപറഞ്ഞവനെ ദൈവത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവും ഏറ്റുപറയുന്ന അവസരമായും ഇതിനെ കാണാം. ന്യായാധിപ സംഘത്തിൽ യേശുവിനെ ആദരിച്ച് ഉയർത്തിയ സ്തെഫാനോസിനെ ഇതാ ദൈവം മുൻപാകെ യേശുവും ഉയർത്തി ആദരിക്കുന്നു എന്നതാണ് 56-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സ്തെഫാനോസിൻ്റെ മരണത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കും പഠിക്കാനുണ്ട്. തുടർന്ന് അതിനെക്കുറിച്ച് മറ്റ് ധ്യാന നേരത്ത് നമുക്ക് പ്രതിപാദിക്കാം. എന്തായാലും ലോകം കല്ലെറിഞ്ഞ് കൊല്ലുന്ന മനുഷ്യനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ സ്വർഗം തുറന്നിരിക്കുന്നു എന്നത് നമ്മുടെ പ്രത്യാശയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും നിറഞ്ഞ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിരാശരാകുമ്പോൾ, കൂടെ നിന്നവരാരും നമ്മളോടൊപ്പം നിൽക്കാതെ ഇരിക്കുന്ന അവസ്ഥകളിലും അനുഭവങ്ങളിലും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. നമ്മെ സ്വീകരിക്കാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ക്രിസ്തുവുണ്ട്. ആ വലിയൊരു പ്രത്യാശ നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ശനിയാഴ്ച പ്രഭാതം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ഒരാഴ്ചയുടെ അവസാന ദിനമാണല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾ പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായി ജീവിപ്പാൻ ഉള്ള കരുത്ത് പകരണമേ. കർത്താവെ, അങ്ങേ സമൂഹത്തിൽ ഏറ്റുപറയാൻ
ഞങ്ങളുടെ നാവുകളെ, ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ മാറാത്ത സാന്നിധ്യവും കൃപയും ഞങ്ങളെ പൊതിയണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ നാളുകളെ ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.